അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ക്രോമിയം 7 ഓക്സിജന് 14 മൈനസ് ഉണ്ട്. ഇപ്പോൾ 2 മൈനസ് മിച്ചം വന്നു. 12 മൈനസ് ക്യാൻസൽ ചെയ്യണം. ഇപ്പോൾ 2 ക്രോമിയം +12, അപ്പോൾ 1 ക്രോമിയം +6, അത് +3 ആയിട്ട് മാറും. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ കോൾഡ് റിഡക്ഷൻ. Fe2+, Fe3+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യും. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ 2 ഹാഫ് റിയാക്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. അപ്പോൾ റിഡക്ഷൻ എന്ന് പറയുന്നത് Cr2O7 എന്തായിട്ട് മാറി, Cr3+ ആയിട്ട് മാറി. ദാറ്റ് ഈസ് ദ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ +6 നിന്ന് +3 ആയി. ഇനി ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ Fe2+ൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് കൂടി, ദാറ്റ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ. എന്തായിട്ട് മാറി, Fe3+. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ഉള്ള ആറ്റം ബാലൻസ്ഡ് അല്ലെങ്കിൽ അത് ആദ്യം ബാലൻസ് ആക്കുക. ഇവിടെ 2 ക്രോമിയം ഉണ്ട്, ഇവിടെ 1 ക്രോമിയം ഉള്ളൂ. അപ്പോൾ 2 ആക്കാൻ വേണ്ടി റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 2 Cr3+ എന്ന് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ദ റിഡക്ഷൻ. Fe ഒന്നേ ഉള്ളൂ, അപ്പം ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു Fe2+, ഒരു Fe3+ ആകും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗെയിൻഡ് ഇൻ റിഡക്ഷൻ ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ലൂസ്ഡ് ഇൻ ഓക്സിഡേഷൻ അത് എഴുതണം. അപ്പോൾ Cr2O7 2- റിഡക്ഷൻ നടന്ന് 2 Cr3+ ആയിട്ട് മാറും. അപ്പോൾ ഓരോ ക്രോമിയവും +6 നിന്ന് +3 ആവാൻ 3 ഇലക്ട്രോൺ വേണം. ഇപ്പോൾ 2 ക്രോമിയത്തിന് ടോട്ടൽ 6 ഇലക്ട്രോൺ. അതാണ് ഇവിടെ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. ഇനി ലൂസിങ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഓക്സിഡേഷൻ എന്താണ്, Fe2+ എന്തായിട്ട് മാറി, Fe3+ ആയിട്ട് മാറി. അപ്പോൾ എത്ര ഇലക്ട്രോണെ ലൂസ് ചെയ്യും, 1 ഇലക്ട്രോൺ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗെയിൻഡും നമ്പർ ഓഫ് ഇലക്ട്രോൺ ലൂസ്ഡും ഈക്വലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 6 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണമെങ്കിൽ 6 ഇലക്ട്രോൺ ലൂസ് ചെയ്യണം. അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി നമ്മൾ ഇതിനെ റീകമ്പൈൻ ചെയ്യാം ടു ഗെറ്റ് ദി റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ആയിട്ട് ആഡ് ചെയ്യും, റൈറ്റ് സൈഡ് ആയിട്ട് ആഡ് ചെയ്യും. അപ്പോൾ Cr2O7 2- +6 ഇലക്ട്രോൺ പ്ലസ് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ 6 Fe2+. നെറ്റ് റിയാക്ഷൻ റിഡക്ഷൻ ഓക്സിഡേഷൻ കോൾഡ് റിഡോക്സ്. റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2 Cr3+ പ്ലസ് 6 കൊണ്ട് മൾട്ടിപ്ലൈ 6 Fe3+ പ്ലസ് 6 ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് 6 ഇലക്ട്രോൺ നമ്പർ ഓഫ് ഇലക്ട്രോൺ ലൂസ്ഡും നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗെയിൻഡും ക്യാൻസലായി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഓക്സിജനെ ബാലൻസ് ചെയ്യും. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ എവിടെ ഓക്സിജൻ കുറവുണ്ടോ അവിടെ അത്രയും വാട്ടർ ആഡ്. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്, 7. ഇവിടെ ഓക്സിജൻ ഉണ്ടോ, ഇല്ല. അപ്പോൾ Cr2O7 2- +6 Fe2+. നെറ്റ് റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ 2 Cr3+ പ്ലസ് 6 Fe3+ പ്ലസ് ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 7 ഓക്സിജൻ വരാൻ വേണ്ടി അത്രയും വാട്ടർ ആഡ് 7x2. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. ആസിഡ് മീഡിയത്തിൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ എവിടെ ഹൈഡ്രജൻ കുറവുണ്ടോ അവിടെ അത്രയും H+ ആഡ് ചെയ്യുക. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്, 14. ഇവിടെ H ഉണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ഇല്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അത്രയും നമ്പർ ഓഫ് H+ ആഡ് ചെയ്യുക. ആസിഡ് മീഡിയം, അത് ആസിഡ് മീഡിയം ആണെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് H+. അപ്പോൾ 6 Fe2+ പ്ലസ് ഇവിടെ എത്ര 14 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ ഇവിടെ 14 H+. നെറ്റ് റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ. റൈറ്റ് സൈഡിൽ എന്തുണ്ട്, 2 Cr3+ പ്ലസ് 6 Fe3+ പ്ലസ് 7x2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇത് ആറ്റങ്ങൾ ബാലൻസ്ഡ് ആണ്. 2 ക്രോമിയം 6 Fe, ഇവിടെ 6 Fe, 14 ഹൈഡ്രജൻ, ഇവിടെ 14 ഹൈഡ്രജൻ, 7 ഓക്സിജൻ, ഇവിടെ 7 ഓക്സിജൻ. പക്ഷേ ഒരു അയോണിക് ഇക്വേഷൻ ബാലൻസ്ഡ് ആണെന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ചാർജും ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ 2 മൈനസ് ഉണ്ട്, ഇവിടെ 6 to 12+, ഇവിടെ 14+. അപ്പോൾ 6+, 12+ഉം 14+ ഇടുമ്പോൾ 26+ൻ്റെ കൂടെ ഒരു 2 മൈനസ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നെറ്റ് 24+ ഉണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ 24+ വേണം. ഉണ്ടോ നോക്കാം. 6 3 6+, ഇവിടെ 18+, അപ്പോൾ ടോട്ടൽ 24+. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലും ചാർജും ബാലൻസ്ഡ് ആണ്. 24+ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡും 24+. അപ്പോൾ ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്, ക്വസ്റ്റ്യൻ നമ്പർ 24. എക്സ്പ്ലെയിൻ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആൻഡ്
ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് ഓഫ് സിഗ്മ ഇലക്ട്രോൺ. സിഗ്മ ഇലക്ട്രോണിൻ്റെ പെർമനൻറ്റ് ഷിഫ്റ്റിംഗ് ആണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് ഓഫ് പൈ ഇലക്ട്രോൺ ഓഫ് എ മൾട്ടിപ്പിൾ ബോണ്ട് ഇൻ പ്രസൻസ് ഓഫ് എൻ അറ്റാക്കിംഗ് സ്പീഷീസ്. ഒരു അറ്റാക്കിംഗ് സ്പീഷീസിൻ്റെ സാന്നിധ്യത്തിൽ പൈ ഇലക്ട്രോൺ ടെമ്പററി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് എന്ത് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. അപ്പോൾ വാട്ട് ഈസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്? ദ പെർമനൻറ്റ് ഷിഫ്റ്റിംഗ് ഓഫ് സിഗ്മ ഇലക്ട്രോൺ or the permanent polarization of sigma bond due to the presence of electron donating or electron withdrawing group. ഒരു കാർബൺ ചെയിനിൽ സിഗ്മ ഇലക്ട്രോൺ പെർമനൻ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അകത്തേക്ക് തള്ളി വരും. അപ്പോൾ കാർബൺ ചെയിനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അപ്പോൾ ഇവിടെ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്, അതിനേക്കാൾ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്, അങ്ങനെ പോകും. ഓക്കെ. എന്നാൽ ഇലക്ട്രോണെ വലിക്കുന്ന ഗ്രൂപ്പ് വരികയാണെങ്കിൽ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ എന്ത് പറ്റും? ഇലക്ട്രോണെ വലിച്ചുകൊണ്ടു. അപ്പോൾ കാർബൺ ചെയിൻ ഇലക്ട്രോണിസിറ്റി കുറയും. അപ്പോൾ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ദ പെർമനൻറ്റ് ഷിഫ്റ്റിംഗ് ഓഫ് സിഗ്മ ഇലക്ട്രോൺ അലോങ് എ കാർബൺ ചെയിൻ ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഓർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വാട്ട് ഹാപ്പൻ? ഇലക്ട്രോൺ ഡെൻസിറ്റി increases in carbon chain, that is called plus I effect. Electron withdrawing group ആണെങ്കിൽ കാർബൺ ചെയിൻ ഇലക്ട്രോണിസിറ്റി കുറയും, that is called minus I effect. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഹിയർ? പോളറൈസേഷൻ ടേക്സ് പ്ലേസ്. ചാർജ് ഉണ്ടാവും, പൊളാരിറ്റി ഉണ്ടാവും. ഐദർ പോസിറ്റീവ് ചാർജ് in presence of electron withdrawing group or negative charge in presence of electron donating group. അപ്പോൾ the permanent polarization of sigma bond due to the presence of electron donating or electron withdrawing group. അത് രണ്ട് ടൈപ്പാണ്. പ്ലസ് ഐ ഇഫക്റ്റ് വിത്ത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, മൈനസ് ഐ ഇഫക്റ്റ് വിത്ത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പോൾ അതാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇനി ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു പൈ ഇലക്ട്രോൺ ബോണ്ടുണ്ട്, ഒരു അറ്റാക്കിംഗ് സ്പീഷീസ്, ഫോർ എക്സാമ്പിൾ ഇലക്ട്രോഫൈൽ വരുന്നു. അത് ഈ പൈ ഇലക്ട്രോണിൽ അല്ലെങ്കിൽ ഈ കാർബണിൽ, പൈ ഇലക്ട്രോൺ ഉള്ള കാർബണിൽ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിന് പോസിറ്റീവ് ചാർജ് പൈ ഇലക്ട്രോൺ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ സിഗ്മ ഇലക്ട്രോൺ ഈ പൈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കാർബണ് പോസിറ്റീവ് ചാർജ്, ഇവിടെ 2 ഇലക്ട്രോൺ വിത്ത് നെഗറ്റീവ് ചാർജ്. ആ നെഗറ്റീവ് ചാർജിൽ ഇലക്ട്രോഫൈൽ വന്ന് ബോണ്ട് ചെയ്യും. അപ്പോൾ നമുക്കൊരു കാർബോ കാറ്റയോൺ ഇൻ്റർമീഡിയറ്റ് കിട്ടി. ആൻഡ് ദിസ് ഈസ് കാൾഡ് പ്ലസ് ഇ ഇഫക്റ്റ്. നേരെ മറിച്ച് ഒരു മൾട്ടിപ്പിൾ ബോണ്ടിൽ ഒരു ന്യൂക്ലിയോ ഫൈലാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നിരിക്കട്ടെ. ന്യൂക്ലിയോ ഫൈൽ നിന്ന് അറ്റാക്ക് ചെയ്താൽ ഇലക്ട്രോണിക് ക്ലൗഡ് റിപ്പൽ ചെയ്യും. അപ്പോൾ പൈ ഇലക്ട്രോൺ റിപ്പൽ ചെയ്ത് മറ്റേ കാർബണിലേക്ക്. അപ്പോൾ ആ കാർബണിൽ 2 ഇലക്ട്രോൺ വിത്ത് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ആയല്ലോ. അപ്പോൾ ന്യൂക്ലിയോ ഫൈലിൻ്റെ ഇലക്ട്രോൺ കൊണ്ടുവന്ന് ഇവിടെ ബോണ്ടായി. അപ്പോൾ നമുക്ക് കാർബ് ആനിയോൺ ഉണ്ടായി. ഇതാണ് മൈനസ് ഇ ഇഫക്റ്റ്. അപ്പോൾ ദ പെർമനൻറ്റ് ഷിഫ്റ്റിംഗ് ഓഫ് സിഗ്മ ഇലക്ട്രോൺ എലോങ് എ കാർബൺ ചെയിൻ വിത്ത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഓർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, അതാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. എന്നാൽ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്താണ്? ദ ടെമ്പററി ഷിഫ്റ്റിംഗ്. ഇത് ടെമ്പററി ഷിഫ്റ്റിംഗ് ആണ്. ഈ അറ്റാക്കിംഗ് സ്പീഷീസ് പോയാൽ അത് പഴയതുപോലെ വരും. അറ്റാക്കിംഗ് സ്പീഷീസ് ഉണ്ടെങ്കിൽ താൽക്കാലികമായി പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യും. ഐദർ ടുവേഴ്സ് ദ അറ്റാക്കിംഗ് സ്പീഷീസിൻ്റെ അടുത്തേക്ക് വരും. എപ്പോഴും ഇലക്ട്രോഫൈൽ വരുമ്പോൾ. ന്യൂക്ലിയോ ഫൈൽ ആണെങ്കിൽ അവേ ഫ്രം ദ അറ്റാക്കിംഗ് സ്പീഷീസ്. അപ്പോൾ ദ ടെമ്പററി ഷിഫ്റ്റിംഗ് ഓഫ് pi electron of a multiple bond in presence of an attacking species is called electromeric effect. അപ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്നാൽ എന്ത്? ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്നാൽ എന്ത്? ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് തമ്മിലുള്ള പ്രധാന വ്യത്യാസം: ദ പെർമനൻറ്റ് പോളറൈസേഷൻ ഓഫ് സിഗ്മ ബോണ്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഓർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ദ പെർമനൻറ്റ് ഷിഫ്റ്റിംഗ് ഓഫ് സിഗ്മ ഇലക്ട്രോൺ അലോങ് എ കാർബൺ ചെയിൻ ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഓർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അത് രണ്ട് ടൈപ്പ്, പ്ലസ് ഐ ഇഫക്റ്റും മൈനസ് ഐ ഇഫക്റ്റ്. ആൽക്കൈൽ ഗ്രൂപ്പ് ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കൈൽ ഗ്രൂപ്പിന് പ്ലസ് ഐ ഇഫക്റ്റ്. NO2 ഗ്രൂപ്പ് CN, COH, ഹാലജൻ അവർക്കൊക്കെ മൈനസ് ഐ ഇഫക്റ്റ്. ഇനി എന്താണ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്? ദ ടെമ്പററി ഷിഫ്റ്റിംഗ് ഓഫ് പൈ ഇലക്ട്രോൺ ഓഫ് എ മൾട്ടിപ്പിൾ ബോണ്ട് ഇൻ പ്രസൻസ് ഓഫ് എൻ അറ്റാക്കിംഗ് സ്പീഷീസ്. അത് രണ്ട് തരം, പ്ലസ് സി ഇഫക്റ്റും മൈനസ് സി ഇഫക്റ്റ്. ഇലക്ട്രോമെറിക് ഇഫക്റ്റ് വിത്ത് ഇലക്ട്രോഫൈൽ ഇസ് കോൾഡ് പ്ലസ് സി ഇഫക്റ്റ്. അപ്പോൾ എന്തുണ്ടാവും? കാർബോ കാറ്റയോൺ. ഇലക്ട്രോമെറിക് ഇഫക്റ്റ് വിത്ത് ന്യൂക്ലിയോഫൈൽസ്, അതിനെ വിളിക്കുന്നതാണ് മൈനസ് സി ഇഫക്റ്റ്. അപ്പോൾ കാർബൺ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ കാർബാനിയോൺ കിട്ടും. ഇനി അടുത്ത ചോദ്യം അതിൻ്റെ കൂടുള്ളത്, വിച്ച് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ
കാർബാനയോണിൻ്റെ സ്റ്റെബിലൈസേഷൻ വരും. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് സ്റ്റെബിലൈസസ് ദ കാർബാനിയോൺ ഫോർമേഷൻ ആൻഡ് ഇൻക്രീസസ് ദ അസിഡിറ്റി. ഇവിടെ 2 3 മൈനസ് ഇഫക്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ 2 ഉള്ളൂ, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ എന്ത് തരം ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്? ദാറ്റ് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ആ ഇൻഡക്റ്റീവ് ഇഫക്റ്റിൽ തന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? -I ഇഫക്റ്റ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ദാറ്റ്സ് ആൻസർ. ഇനി അടുത്തത്, ഡ്രോ ദ ന്യൂമാൻസ് പ്രൊജക്ഷൻ ഓഫ് എക്ലിപ്സ് ആൻഡ് സ്റ്റാർഗേറ്റ് കൺഫർമേഷൻ ഓഫ് ഈഥേൻ. വിച്ച് ഓഫ് ദീസ് കൺഫർമേഷൻ ഈസ് മോർ സ്റ്റേബിൾ? ഇതിൽ ഏത് കൺഫർമേഷനാണ് ഏറ്റവും സ്റ്റേബിൾ? അപ്പം നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്? ന്യൂമാൻസ് പ്രൊജക്ഷനാണ്. അപ്പോൾ ന്യൂമാൻസ് പ്രൊജക്ഷൻ വരയ്ക്കാൻ എങ്ങനെയാണ്? നമ്മൾ ആ ഫസ്റ്റ് കാർബണെ ഫ്രണ്ടിൽ നിന്ന് വീഴുന്നു, അവിടെയുള്ള 3 H ആറ്റം ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ, പിന്നെ അടുത്ത കാർബണിലെ H ആറ്റം എക്ലിപ്സിൽ അതിൻ്റെ നേരെ ബാക്കിൽ കാണും. ഓക്കെ, ദിസ് ഈസ് ECLIPACID എക്ലിപ്സ് കൺഫർമേഷൻ. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം അകന്ന് നിൽക്കും. അപ്പോൾ ഫസ്റ്റ് കാർബണിലെ 3 H ആറ്റം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അടുത്ത കാർബണിൽ ഇതിൻ്റെ 2 ഹൈഡ്രജൻ്റെയും കൃത്യം ഇടയ്ക്ക് വരുന്ന രീതിയിൽ നിൽക്കും. ഓക്കെ, ദിസ് ഈസ് ദ സ്റ്റാഗേർഡ് കൺഫർമേഷൻ. വിച്ച് ഓഫ് ദ കൺഫർമേഷൻ ഈസ് മോർ സ്റ്റേബിൾ? ഏത് കൺഫർമേഷനാണ് മാക്സിമം അകന്ന് നിൽക്കുന്നത്? സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഈസ് മോർ സ്റ്റേബിൾ ബിക്കോസ് ഓഫ് ലീസ്റ്റ് ടോർഷണൽ സ്ട്രെയിൻ ദാൻ ദ എക്ലിപ്സ് കൺഫർമേഷൻ. എക്ലിപ്സ് കൺഫർമേഷനേക്കാൾ ടോർഷണൽ സ്ട്രെയിൻ വളരെ കുറവാണ്, കാരണം മാക്സിമം അകന്ന് നിൽക്കുന്ന അപ്പോൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവാണ്. അതുകൊണ്ട് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ എക്ലിപ്സ് കൺഫർമേഷൻ. അപ്പോൾ ഡ്രോ ദ ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർ എക്ലിപ്സ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ഈഥേൻ ആൻഡ് വിച്ച് ഓഫ് ദീസ് കൺഫർമേഷൻസ് ഈസ് മോർ സ്റ്റേബിൾ. ഇനി അടുത്ത ചോദ്യം 26. ഐഡൻറ്റിഫൈ ദ പ്രോഡക്റ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഇവിടെ ഒരു അഡീഷൻ റിയാക്ഷനാണ്. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും, അപ്പോൾ കാർബണിൽ എക്സ്ട്രാ വാലൻസി വരും. ആ എക്സ്ട്രാ വാലൻസിയിൽ ഓരോ ബ്രോമിൻ ആറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ യു വിൽ ഗെറ്റ് 1 2 ഡൈ ബ്രോമോ 2 കാർബൺ, എത്ത് സിംഗിൾ ബോണ്ട് ANE. അപ്പോൾ അൺസാച്ചുറേഷൻ സാച്ചുറേറ്റഡ് ആയിട്ട് മാറി. അപ്പോൾ അഡീഷൻ ഓഫ് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് CCl4. ഐഡൻറ്റിഫൈ ദ പ്രോഡക്റ്റ് എന്ന് ചോദിച്ചു. ഇനി അടുത്തത് HBr ആഡ് ചെയ്യണം. ഇതൊരു അൺസിമെട്രിക് ആൽക്കീനാണ്. അപ്പോൾ നെഗറ്റീവ് പാർട്ട് ഡബിൾ ബോണ്ട് കാർബണിൽ ഹൈഡ്രജൻ കുറഞ്ഞ കാർബണിലാണ് പോസിറ്റീവ് ചാർജ് കൂടുതൽ വരാം. അതായിരിക്കും റിലേറ്റീവ്ലി മോർ സ്റ്റേബിൾ കാർബോകാറ്റൻ. അപ്പോൾ നെഗറ്റീവ് പാർട്ട് ഹൈഡ്രജൻ ആറ്റം കുറഞ്ഞ കാർബണിൽ പോകും. അപ്പോൾ ബ്രോമിൻ സെക്കൻഡ് കാർബണിൽ പോയി, H ഫസ്റ്റ് കാർബണിൽ വന്നു. അപ്പോൾ വാട്ട് ഈസ് ആൻസർ? 2 ബ്രോമോ പ്രൊപ്പെയിൻ ഈസ് ദ പ്രോഡക്റ്റ്. ഈ റൂൾ എന്താണ്? മാർക്കോണിക്കോഫ് റൂളാണ്. അപ്പോൾ പ്രോഡക്റ്റ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തത് 1 2 ഡൈബ്രോമോ ഈഥെയിൻ. രണ്ടാമത്തെ പ്രോഡക്റ്റിൽ മാർക്കോണിക്കോഫ് റൂൾ തുറന്ന് ബ്രോമിൻ ഹൈഡ്രജൻ ആറ്റം കുറഞ്ഞ കാർബണിൽ പോകും. അപ്പോൾ 2 ബ്രോമോ പ്രൊപ്പെയിൻ ഈസ് ദ പ്രോഡക്റ്റ്, മെയിൻ പ്രോഡക്റ്റ് എഴുതിയാൽ മതി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 27. റൈറ്റ് ദ statement and significance of Heisenberg uncertainty principle. എന്താ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ വളരെ കൂടുതലായതുകൊണ്ട് ഒരേ സമയം ഇലക്ട്രോണിൻ്റെ യഥാർത്ഥ പൊസിഷനും അതുപോലെ വെലോസിറ്റിയും അല്ലെങ്കിൽ മൊമെൻറ്റവും കൃത്യമായി കണ്ടുപിടിക്കുക അസാധ്യമാണ്. അപ്പോൾ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ Δx എന്നിരിക്കട്ടെ, അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം Δp എന്നിരിക്കട്ടെ, അതിൻ്റെ മിനിമം വാല്യൂ h/4π ആണ്. ഓക്കെ, കാരണം നമുക്ക് ഇലക്ട്രോണെ പോലുള്ള സബറ്റോമിക് പാർട്ടിക്കിളിനെ ഡയറക്റ്റായിട്ട് അതിനെ സ്റ്റഡി ചെയ്യാൻ പറ്റത്തില്ല. പുറത്തുനിന്നൊരു റേഡിയേഷൻ വഴി അതിനെ ഇടിപ്പിച്ച് മാത്രമേ സ്റ്റഡി ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ എക്സ്റ്റേണൽ ഇമ്പാക്റ്റിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അൺസർട്ടനിറ്റിയാണ് h/4π. പിന്നെ നോർമലായിട്ടുള്ളതുകൂടെ ചേർക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. Δx × Δp ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിറ്റർമിൻ ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് എക്സാക്ട് മൊമെൻറ്റം ഓർ വെലോസിറ്റി ഓഫ് സബറ്റോമിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ സൈമൾട്ടേനിയസ്ലി വിത്ത് അബ്സല്യൂട്ട് ആക്യുറസി. ഈ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസിൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ മാസിന് ചേഞ്ച് ഇല്ല, അപ്പോൾ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചാണ്. അപ്പോൾ വേണമെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: Δx ×
m delta v greater than or equal to h by 4 pi. Question number 27 സെക്കൻഡ് പാർട്ട് നോക്ക്. അത് നമ്മൾ ഹൈസൻബർഗ് അൺസർട്ടി പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് സോൾവ് ചെയ്യാം. ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4 പൈ അല്ലേ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. അപ്പോൾ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു എച്ച് ബൈ 4 പൈ എം താഴെ വരും ഇൻറ്റു ഡെൽറ്റ എക്സ്. എച്ച് നമുക്കറിയാം, ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ഡിവൈഡ് ബൈ 4 ഇൻറ്റു പൈയുടെ വില 3.14 ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ തന്നിട്ടുണ്ട് 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ഇൻറ്റു അടുത്ത് ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1 ആൻസ്ട്രം ആണ് അല്ലേ. 0.1 ആൻസ്ട്രം. അപ്പോൾ 0.1 ഇൻറ്റു 10⁻⁻10 മീറ്റർ. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ 5.79 ഇൻറ്റു 10⁻⁶ SI യൂണിറ്റിൽ കിട്ടും, മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ്സ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 28. Write the molecular orbital configuration of N2. N2 means 2 nitrogen atom with a 7 plus 7 14 electrons അല്ലേ. അപ്പോൾ 14 ഇലക്ട്രോണിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരും? സിഗ്മ 1s2 അതിൻ്റെ ആൻറ്റി ബോണ്ടിങ് സിഗ്മ സ്റ്റാർ 1s2, ദെൻ സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. അത് കഴിഞ്ഞാൽ 14 ഇലക്ട്രോണിൽ പൈ 2px ആദ്യം വരും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതേ എനർജിയുള്ള പൈ 2p വരും. ദെൻ കംസ് സിഗ്മ 2p z. ടോട്ടൽ 14 ഇലക്ട്രോൺ നമുക്ക് ആഡ് ചെയ്യണം. 2, 4, 6, 8. ആദ്യം ഓരോന്ന് വീതം ഫില്ല് ചെയ്യും, എക്സ്ട്രാ ഉണ്ട്, അപ്പോൾ പെയർ ചെയ്യും. ഇപ്പോൾ ഇവിടെ 2, ഇവിടെ 2. അപ്പോൾ എത്രയായി? 2, 4, 6, 8, 10, 12. ഇനി 14, 13, 14 ഇലക്ട്രോൺ ഇവിടെ വരും, 2 ഇലക്ട്രോൺ. അപ്പോൾ ദിസ് ഈസ് ദ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് ഓർഡർ നമുക്ക് കണ്ടുപിടിക്കണം. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺ എത്രയുണ്ട്? സ്റ്റാർ ഇല്ലാത്തത് 2, 4, 6, 8, 10. അപ്പോൾ ബാക്കി മിച്ചം എത്ര ഉണ്ട്? 4. അപ്പോൾ ഹാഫ് ഇൻറ്റു 6, അപ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ വൺ ക്യാൻ പ്രൂവ് ദാറ്റ് N2 കണ്ടെയ്ൻ ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ നൈട്രജൻ ആറ്റം. ഓക്കെ, അപ്പോൾ നൈട്രജൻ ആറ്റം തമ്മിൽ ട്രിപ്പിൾ ബോണ്ടാണെന്ന് പ്രൂവ് ചെയ്യാം. ഇനി നമുക്ക് Ne2 മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യത്തില്ലെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ Ne2 മോളിക്യൂൾ ക്യാൻ Ne2 മോളിക്യൂൾ ക്യാൻ ഹാവ് 2 Ne ആറ്റം വിത്ത് 2+2 നിയോൺ അല്ലേ, സോറി Ne2 നിയോൺ അറ്റോമിക് നമ്പർ 10 അല്ലേ. അപ്പോൾ 10 + 10 20 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ, 20 ഇലക്ട്രോൺ. അപ്പോൾ 20 ഇലക്ട്രോണിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അപ്പോൾ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz ആദ്യം വരും, ദെൻ പൈ 2px, പൈ 2py ആദ്യം ഓരോന്ന് വീതം പിന്നെ ഫെയർ ചെയ്യും. ഇപ്പോൾ പൈ സ്റ്റാർ 2px2 ഈക്വലൻ ടു ഇവിടെയും പെയർ ചെയ്യാൻ ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ 18 ഇലക്ട്രോൺ ആവും. അടുത്ത 2 ഇലക്ട്രോൺ സിഗ്മ സ്റ്റാർ 2pz. അപ്പോൾ ഇവിടെ നമ്മൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ 10 ആണ്, ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോണും 10 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 0. അപ്പോൾ ബോണ്ട് ഓർഡർ 0. ബോണ്ട് ഓർഡർ 0 മീൻസ് Ne ബോണ്ട് ഉണ്ടാവില്ല. അപ്പോൾ Ne2 മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? സിൻസ് ദ ബോണ്ട് ഓർഡർ ഓഫ് Ne2 മോളിക്യൂൾ ഈസ് 0, ദ മോളിക്യൂൾ ഈസ് അൺസ്റ്റേബിൾ ആൻഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ അത് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ N2-ന് ബോണ്ട് ഓർഡർ 3 എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ടാണെന്ന് പ്രൂവ് ചെയ്തു. Ne2 മോളിക്യൂളിൽ 10 ബോണ്ടിങ്ങും 10 ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോണും ഉണ്ട്. അപ്പോൾ നെറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺ സപ്പോർട്ട് ബോണ്ടിങ് 0 ആണ്. അപ്പോൾ ബോണ്ട് ഉണ്ടാവില്ല. അപ്പോൾ മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇനി അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ഹെസസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ. അപ്പോൾ ഒരു റിയാക്ഷനെ നമ്മൾ ഒരു സ്റ്റെപ്പിൽ നടത്തുന്ന വിചാരിക്കുക. അപ്പോൾ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് എന്നിരിക്കട്ടെ. ഇതേ റിയാക്ഷനെ വേറൊരു സ്റ്റെപ്പിൽ നമ്മൾ C ആക്കി, ആ സിയെ വീണ്ടും B ആക്കി. ഇപ്പം നെറ്റ് റിയാക്ഷൻ A to B തന്നെയാണ്.
ഫസ്റ്റ് ഇവിടെ എ ടു സിയുടെ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ H1 എന്നിരിക്കട്ടെ, സി ടു ബിയുടെ ഡെൽറ്റ H2 എന്നിരിക്കട്ടെ. അപ്പോൾ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു റിയാക്ഷനെ ഒരു സ്റ്റെപ്പിൽ നടത്തിയാലും ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പ് നടത്തിയാലും നെറ്റ് എൻതാൽപ്പി ചേഞ്ച് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇൻഡിവിജ്വൽ എൻതാൽപ്പി ചേഞ്ചിൻ്റെ സമ്മായിട്ട് വരും നെറ്റ് എൻതാൽപ്പി ചേഞ്ച്. അപ്പോൾ ഇതാണ് ഹെസസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ. ദ നെറ്റ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ദ സെയിം whether the reaction is carried out in one step or in several steps. ഒരു സ്റ്റെപ്പിൽ നടത്തിയാലും ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടത്തിയാലും നെറ്റ് എൻതാൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കും. അതാണ് ഹെസസ് ലോ. ഇനി അടുത്ത ചോദ്യം, കൺസ്ട്രക്ട് ദ എൻതാൽപ്പി ഡയഗ്രാം, ദാറ്റ് മീൻസ് ദ ബോൺ ഹേബർ സൈക്കിൾ, ദ കോറിലേഷൻ ഓഫ് ലാറ്റിസ് എൻതാൽപ്പി ഓഫ് എൻ അയോണിക് സോളിഡ് വിത്ത് അതർ തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ്. അതാണല്ലോ ബോൺ ഹേബർ സൈക്കിൾ. അത് സോഡിയം ക്ലോറിൻ്റെ ഫോർമേഷൻ്റെ കാണിച്ചിട്ട് അതിൻ്റെ ലാറ്റിസ് എൻതാൽപ്പി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ഡയറക്റ്റായിട്ട് സോഡിയം സോളിൽ നിന്നും ഹാഫ് മോൾസ് ക്ലോറിൻ ഗ്യാസിൽ നിന്നും ഉണ്ടാകുന്നതിരിക്കട്ടെ ഒറ്റ സ്റ്റെപ്പിൽ. അപ്പോൾ NaCl ഉണ്ടായി. അപ്പോൾ എൻതാൽപ്പി ചേഞ്ചിനെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് കോമ്പൗണ്ട് ഈസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. ഇനി ഇതിനെ ഞാൻ പല സ്റ്റെപ്പിൽ ചെയ്യാൻ പോവാണ്. ആദ്യം സോഡിയം സോളിഡിനെ നേരിട്ട് ഗ്യാസ് ആക്കുന്നു. അപ്പോൾ സബ്ലിമേഷൻ നടത്താൻ പോകും. അപ്പോൾ എൻതാൽപ്പി ചേഞ്ച് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. അപ്പോൾ നേരിട്ട് സോഡിയം സോളിഡിനെ സോഡിയം ഗ്യാസ് ആക്കും. അതേപോലെ ക്ലോറിൻ മോളിക്യൂൾ ആണ്, അതിനെ ഞാൻ ഡിസോസിയേറ്റ് ചെയ്യിക്കാൻ പോവാം. അപ്പോൾ ഡെൽറ്റ H ഡിസോസിയേഷൻ. ഒരു മോളിന് ഈ വാല്യൂ ആണെങ്കിൽ ഹാഫ് മോൾസിന് അതിൻ്റെ പകുതിയാണ്, ബൈ 2. അപ്പോൾ ഒരു മോൾ ക്ലോറിന് 2 മോൾസ് ഓഫ് ക്ലോറിൻ ആറ്റം കിട്ടും. അപ്പോൾ ഹാഫ് മോൾസിന് 1 മോൾ ക്ലോറിൻ ആറ്റം ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് കിട്ടി. ഇനി ഞാൻ സോഡിയം ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റഡ് ആറ്റമാണ്, അതിൽ നിന്ന് 1 ഇലക്ട്രോണെ റിമൂവ് ചെയ്യണം. അതിനാവശ്യമായ ഹീറ്റ് ചേഞ്ചാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ. അപ്പം അയണൈസേഷൻ എൻതാൽപ്പി, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ. അപ്പോൾ അത് ഗേഷ്യസ് അയോണായിട്ട് മാറി, Na+ ഇൻ ദ ഗേഷ്യസ്. ഇതേപോലെ Cl ഗ്യാസിൽ നിന്ന് ഗ്യാസിലേക്ക് 1 ഇലക്ട്രോണെ കൊടുക്കുന്നു. അപ്പോൾ Cl ന്യൂട്രൽ ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, 1 ഇലക്ട്രോണെ ഗെയിൻ ചെയ്ത് ഒക്ടറ്റ് ആവും. അപ്പോൾ അത് റിലീസ് എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോൾ ഡെൽറ്റ H E0H. അപ്പോൾ എന്തായി? Cl മൈനസ് ഗേഷ്യസ് സ്റ്റേറ്റിലായി. Now we have Na+ and Cl- ion in the gaseous state. ഇതിനെ കമ്പൈൻ ചെയ്യിച്ച് സോളിഡ് സോഡിയം ക്ലോറൈഡ് ആക്കും. അപ്പോൾ റിലീസ് എനർജിയാണ് ലാറ്റിസ് എൻതാൽപ്പി. അപ്പോൾ ഡെൽറ്റ H ലാറ്റിസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പിൽ നടത്തിയാലും ഒന്നിലധികം സ്റ്റെപ്പിൽ നടത്തിയാലും നെറ്റ് എൻതാൽപ്പി ചേഞ്ചായ ഡെൽറ്റ H0F സെയിം ആയിരിക്കില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ എൻതാൽപ്പി ചേഞ്ചസ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റെപ്പ്. ഇവിടുത്തെ ഇൻഡിവിജ്വൽ സ്റ്റെപ്പ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ ഡെൽറ്റ H0 സബ്ലിമേഷൻ, ഓക്കെ, പ്ലസ് ഡെൽറ്റ H0I പ്ലസ് ഡെൽറ്റ H0 ഡിസോസിയേഷൻ ബൈ 2, ഓക്കെ, പ്ലസ് ഡെൽറ്റ H0 EG ഇലക്ട്രോൺ എൻതാൽപ്പി പ്ലസ് ഡെൽറ്റ H0 ലാറ്റിസ്. അപ്പോൾ നമുക്ക് ലാറ്റിസ് എൻതാൽപ്പിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ H ലാറ്റിസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ഇക്വേഷനാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഡെൽറ്റ H0 ലാറ്റിസ് എൻതാൽപ്പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എഴുതേണ്ടത്. ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ H0F മൈനസ് ഓഫ് ബാക്കിയെല്ലാം അവിടെ ആഡ് ചെയ്ത് കുറയ്ക്കുക. അപ്പോൾ ഡെൽറ്റ H0 സബ്ലിമേഷൻ പ്ലസ് ഡെൽറ്റ H0 അയണൈസേഷൻ പ്ലസ് ഡെൽറ്റ H0 ഡിസോസിയേഷൻ ബൈ 2 പ്ലസ് ഡെൽറ്റ EGH. അപ്പോൾ ദിസ് ഈസ് ദ ഇക്വേഷൻ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഇതെല്ലാം കൂടെ ഇതിൽ നിന്ന് കുറയ്ക്കുക. ആ ഇക്വേഷനാണ് എഴുതി കാണിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബോൺ ഹേബർ സൈക്കിൾ വരച്ചു ആൻഡ് കാൽക്കുലേറ്റ് ദ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് NaCl. അതിൻ്റെ വാല്യൂ തന്നിട്ടില്ല. വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -788 kJ/mol എന്ന് കിട്ടും. പക്ഷേ ആ വാല്യൂസ് തന്നിട്ടില്ല. അപ്പോൾ ഇക്വേഷൻ എഴുതി കാണിച്ചാൽ മതി. ഡെൽറ്റ H0 ലാറ്റിസ് ഈസ് ഈക്വൽ ടു നെറ്റ് വാല്യൂ എന്താണ്? ഡെൽറ്റ H0F മൈനസ് ഓഫ് മറ്റ് വാല്യൂസ് എല്ലാം ആഡ് ചെയ്ത് കുറയ്ക്കുക. ഏതൊക്കെയാണ് വാല്യൂസ്? ഡെൽറ്റ H0 സബ്ലിമേഷൻ പ്ലസ് ഡെൽറ്റ H0I
പ്ലസ് ഡെൽറ്റ H0 ഡിസോസിയേഷൻ ബൈ 2 പ്ലസ് ഡെൽറ്റ H0 E. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡെൽറ്റ H0 കുറയ്ക്കും. അപ്പോൾ നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി കിട്ടും. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം? ഗീവ് ആൻ എക്സാമ്പിൾ. ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഉദാഹരണത്തിന് കാൽസ്യം കാർബണേറ്റ് സോളിഡ് ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡ് സോളിഡും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും ഉണ്ടാകും. ഇത് തിരിച്ച് കമ്പൈൻ ചെയ്ത് കാൽസ്യം കാർബണേറ്റ് സോളിഡും ആകും. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താണ്? ഈ ഇക്വിലിബ്രിയം റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലല്ല. ദാറ്റ് മീൻസ് ആൻ ഇക്വിലിബ്രിയം റിയാക്ഷൻ ഇൻ വിച്ച് ദ റിയാക്റ്റൻറ്റ് ആൻഡ് പ്രോഡക്റ്റ് ആർ ഇൻ ഡിഫറെൻറ്റ് ഫേസസ്. ഇവിടെ റിയാക്റ്റൻറ്റ് സോളിഡാണ്, എന്നാൽ പ്രോഡക്റ്റിൽ സോളിഡും ഉണ്ട് ഗ്യാസും ഉണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. അല്ലെങ്കിൽ ഒരേ ഫേസിലായിരുന്നെങ്കിൽ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കാമായിരുന്നു. ഇത് എന്താണ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം? ആൻ ഇക്വിലിബ്രിയം റിയാക്ഷൻ, ഇതൊരു ഇക്വിലിബ്രിയം റിയാക്ഷനാണ്. ആൻ ഇക്വിലിബ്രിയം റിയാക്ഷൻ ഇൻ വിച്ച് ദ റിയാക്റ്റൻറ്റ് ആൻഡ് ദ പ്രോഡക്ട്സ് ആർ ഇൻ ഡിഫറെൻറ്റ് ഫേസസ്. വ്യത്യസ്ത ഭൗതികാവസ്ഥയിൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഒരു എക്സാമ്പിൾ, കാൽസ്യം കാർബണേറ്റ് സോളിഡ് ഇക്വിലിബ്രിയം കാൽസ്യം ഓക്സൈഡ് സോളിഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ഓക്കെ, ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? ദ വാല്യൂ ഓഫ് Kc തന്നിട്ടുണ്ട് 2 × 10⁻³ ഫോർ ദ റിയാക്ഷൻ 2A ഗിവിംഗ് B + C at a given temperature. The composition of reaction mixture are given. എയുടെയും ബിയുടെയും സിയുടെയും മോളാർ കോൺസെൻട്രേഷൻ സെയിം ആണ് അല്ലേ? സെയിം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ കോഷ്യന്റ്. കോൺസെൻട്രേഷൻ കോഷ്യന്റ് മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ റിയാക്ടർ. ഓക്കെ, ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ റിയാക്ടർ കോൺസെൻട്രേഷൻ ഓഫ് A raised to 2. അപ്പോൾ ബിയുടെ കോൺസെൻട്രേഷൻ 3 × 10⁻⁴. സിയും അത് തന്നെ 3 × 10⁻⁴ ആണല്ലോ. ഡിവൈഡ് ബൈ എയുടെ 3 × 10⁻⁴ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് ഹോൾ സ്ക്വയർ ഇത് രണ്ടും കൂടെ കട്ടായി. അപ്പം QC = 1 എന്ന് കിട്ടി. പക്ഷേ QCയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ KC തന്നിരിക്കുന്ന വാല്യൂ 2 × 10⁻⁵ ഉള്ളൂ. അപ്പോൾ QC ഗ്രേറ്റർ ദാൻ KC. അപ്പോൾ QC കൂടുതലാണ്, അപ്പോൾ പ്രോഡക്റ്റ് കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രെഡിക്റ്റ് ദ ഡയറക്ഷൻ വിൽ ദ റിയാക്ഷൻ പ്രൊസീഡ്. ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ ദി ബാക്ക്വേർഡ് ഡയറക്ഷൻ. ബാക്ക്വേർഡ് ഡയറക്ഷനിൽ പ്രൊസീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ QC കൂടുതലാണെങ്കിൽ പ്രോഡക്റ്റിന് അളവ് കൂടിയെന്നല്ലേ. അപ്പോൾ പ്രോഡക്റ്റിന് അളവ് കുറയ്ക്കണമെങ്കിൽ റിയാക്ഷൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? ബാക്ക്വേർഡ് ഡയറക്ഷനിൽ. ഇവിടെ QC എത്ര കിട്ടിയത്? 1 കിട്ടിയത്. നമ്മുടെ KC എത്രയേ ഉള്ളൂ? 2 × 10⁻³ ഉള്ളൂ. അപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ QC ഗ്രേറ്റർ ദാൻ KC. അപ്പോൾ QC കുറയണം KC ആവണമെങ്കിൽ. അപ്പോൾ ദ റിയാക്ഷൻ മസ്റ്റ് ഷിഫ്റ്റ് ഇൻ ദി ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഇറ്റ്സ് ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ, സൾഫർ, ക്ലോറിൻ ആൻഡ് ബ്രോമിൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പോൾ ഡിറ്റക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ് അല്ലേ? ഈ എലമെൻറ്റ്സിനെ ഡിറ്റക്ട് ചെയ്യണം. അപ്പോൾ ഈ എലമെൻറ്റ്സ് എല്ലാം ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കോവൻലി ബോണ്ടഡാണ്. കോവൻലി ബോണ്ടായിട്ടുള്ള ഇത്തരം എലമെൻറ്റ്സിനെ അയോണിക് കോമ്പൗണ്ടാക്കി മാറ്റാൻ നമ്മൾ സോഡിയം മെറ്റൽ വെച്ച് ഉരുക്കും. അപ്പോൾ നമ്മളൊരു സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇതിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് ദീസ് എലമെൻറ്റ് ഈസ് ഫ്യൂസ്ഡ് വിത്ത് സോഡിയം വെച്ച് നമ്മൾ ഫ്യൂസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ടെസ്റ്റിനെ വിളിക്കുന്നവരാണ് ലെസൈൻസ് ടെസ്റ്റ് ഓർ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇറ്റ് ഈസ് ഡൺ യൂസിങ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഓർ ലെസൈൻസ് എക്സ്ട്രാക്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് സോഡിയം ഇൻ എ ഫ്യൂഷൻ ട്യൂബ്. ഒരു ഫ്യൂഷൻ ട്യൂബിൽ ചുരുക്കും. വെൻ റെഡ് ഹോട്ട്, അത് നല്ല ചുട്ടുപഴുത്താകുമ്പോൾ ഇറ്റ് ഈസ് സഡൻലി പ്ലഞ്ച്ഡ് ഇൻ ടു എ ഡിസ്റ്റിൽ വാട്ടർ കണ്ടെയ്ൻ ഇൻ എ ചൈന ഡിഷ്. ഒരു ചൈന ഡിഷിൽ ഡിസ്റ്റിൽ വാട്ടർ എടുത്തിട്ട് അതിലേക്ക് പെട്ടതിടുക. അത് പൊട്ടി അതിനകത്ത് അലിഞ്ഞു ചേരും. അപ്പോൾ ആ സൊല്യൂഷനെ നമ്മൾ ഒന്നുകൂടെ ബോയിൽ ചെയ്യും. ദ സൊല്യൂഷൻ ഈസ് ബോയിൽഡ്. എന്നിട്ട് എന്ത് ചെയ്യും? ഫിൽട്ടർ ചെയ്ത്. ആ ഫിൽട്രേറ്റിനെ വിളിക്കുന്നവരാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഓർ ലെസൈൻസ് എക്സ്ട്രാക്ട് എന്ന് വിളിക്കും. അങ്ങനെ ലെസൈൻസ് എക്സ്ട്രാക്ട് ഉണ്ടാവുകയാണെങ്കിൽ സോഡിയം എന്ന് പറയുന്നത്
നൈട്രജൻ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ കാർബണുമായിട്ട് ചേർന്ന് സോഡിയം സൈനൈഡായിട്ട് ഒരു അയോണിക് കോമ്പൗണ്ട് ആയിട്ടുണ്ട് Na+Cn-. അപ്പോൾ വാട്ട് ഈസ് പ്രസൻറ്റ് ഇൻ ലസൈൻസ് എക്സ്ട്രാക്ട് ഇഫ് നൈട്രജൻ ഈസ് പ്രസൻറ്റ്? സോഡിയം സൈനൈഡ്. അപ്പോൾ പിന്നെ സോഡിയം സൈനൈഡിൽ സൈനൈഡിൻ്റെ പ്രസൻസ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നൈട്രജൻ ഉണ്ടെന്ന് പറയാം. അതിനുവേണ്ടി അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കും. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുത്തിട്ട് അതിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനും അതുപോലെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ചേർക്കും. കോൺസെൻട്രേറ്റ് H2SO4. അപ്പോൾ ഒരു പെർഷ്യൻ ബ്ലൂ കളർ കിട്ടും. എന്താണ് പെർഷ്യൻ ബ്ലൂ കളർ? ആ പെർഷ്യൻ ബ്ലൂ കളർ കിട്ടിയാൽ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് നൈട്രജൻ. ഫെറിക് ഫെറോസൈനൈഡ് എന്ന് പറയുന്നൊരു കോംപ്ലക്സ് ആണ്. അത് ആണ് നൈട്രജൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കും. ഇനി സൾഫർ ഉണ്ടെങ്കിൽ ആ സൾഫർ നമ്മൾ സോഡിയം വെച്ചൊരുക്കി സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുമ്പോൾ സോഡിയമായിട്ട് ചേർന്നൊരു അയോണിക് കോമ്പൗണ്ടായിട്ട് മാറും. ഏത് അയോണിക് കോമ്പൗണ്ടായിട്ട് മാറും? സോഡിയം സൾഫൈഡായിട്ട് മാറും. Na2S. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റക്റ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഈ ഉണ്ടാക്കിയ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുക്കുന്നു. ഓക്കെ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുക്കുന്നു. ആ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് സോഡിയം നൈട്രോപ്രൊസൈഡ് ആഡ് ചെയ്യും. സോഡിയം നൈട്രോപ്രൊസൈഡ് ആഡ് ചെയ്യുമ്പോൾ ഒരു വയലറ്റ് കളർ കിട്ടും. വയലറ്റ് കളർ എന്ത് കളറാണ്? വയലറ്റ് കളർ കിട്ടും. ആ വയലറ്റ് കളർ ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് സൾഫർ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഇതല്ലെങ്കിൽ വേറെ ഇതിലും ചെയ്യാം. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കിയിട്ട് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് അതിലേക്ക് അസറ്റിക് ആസിഡ് ആഡ് ചെയ്ത് അസിഡിഫൈ ചെയ്യാം. അസറ്റിക് ആസിഡ് ആഡ് ചെയ്ത് അസിഡിഫൈ ചെയ്തിട്ട് ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യാം. എന്താണ് ചെയ്യുക? ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ Na2S ഉണ്ടല്ലോ, സൾഫർ ഉണ്ടെങ്കിൽ ഇതിലെ സൾഫൈഡ് അയോണും ലെഡും കൂടി ചേർന്ന് PbS പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ അതിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. അപ്പോൾ ഒരു ബ്ലാക്ക് PPT ഉണ്ടായാൽ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് സൾഫർ. ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും എഴുതാം. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുക, അതിൽ സോഡിയം നൈട്രോപ്രൊസൈഡ് ചേർക്കുമ്പോൾ വയലറ്റ് കളർ കിട്ടിയാൽ സൾഫറിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു. ഇതല്ല എങ്കിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ നമ്മുടെ സൾഫർ ഉണ്ടെങ്കിൽ Na2S എന്ന് പറഞ്ഞ അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവും. അതിലേക്ക് അസറ്റിക് ആസിഡ് ചേർത്തിട്ട് ലെഡ് അസറ്റേറ്റ് വെച്ച് അസിഡിഫൈ ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ്. ആര് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന? PbS. ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് സൾഫർ. ഇനി നമുക്ക് ഹാലജൻസിൻ്റെ പ്രസൻസ്, അത് ക്ലോറിനും ബ്രോമിനും. ഇപ്പോൾ ക്ലോറിൻ ഉണ്ടെങ്കിൽ ലസൈൻസ് എക്സ്ട്രാക്ട് ഉണ്ടാക്കുമ്പോൾ സോഡിയമായിട്ട് ഉരുകിച്ചേർന്ന് എന്തായിട്ട് മാറും? സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നൊരു അയോണിക് കോമ്പൗണ്ടായിട്ട് മാറും. അപ്പോൾ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ലസൈൻസ് എക്സ്ട്രാക്ട് എടുക്കും. അതിനകത്ത് എന്തുണ്ടാവും? ക്ലോറിൻ ആറ്റം ഉണ്ടെങ്കിൽ NaCl എന്ന് പറഞ്ഞാൽ അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവും. അതിലേക്ക് നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ Cl- Ag+ കൂടെ ചേർന്ന് AgClൻ്റെ വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ്, തൈര് പോലുള്ള വെള്ള പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ക്ലോറിൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഇനി ലസൈൻസ് എക്സ്ട്രാക്ട് ഉണ്ടാക്കുമ്പോൾ ബ്രോമിൻ ആണുള്ളതെങ്കിൽ ആ ലസൈൻസ് എക്സ്ട്രാക്റ്റിൽ എന്തുണ്ടാവും? സോഡിയം ബ്രോമൈഡ് ഉണ്ടാവും. ഇനി അതിനെ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യും? സോഡിയം ലസൈൻസ് എക്സ്ട്രാക്ട് അല്ലെങ്കിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രിപ്പയർ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. നമ്പർ 2 അനലൈസ് ദ എക്സ്ട്രാക്റ്റിനെ അനലൈസ് ചെയ്യുക വിത്ത് സിൽവർ നൈട്രേറ്റ്. ലസൈൻസ് എക്സ്ട്രാക്റ്റിലേക്ക് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ NaBr എന്ന് പറയുന്നൊരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവുമല്ലോ, ബ്രോമിൻ ഉണ്ടെങ്കിൽ. അപ്പോൾ ആ Br- Ag+ വെച്ച് AgBrൻ്റെ പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. That indicate the presence of bromine in an organic compound. Okay.